ലൈംഗിക അതിക്രമ കേസ് നേരിടുന്ന മുകേഷിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം പരക്കെ ഉയരുമ്പോഴും മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് CPM-ന്. ഇപ്പോൾ വിവാദത്തിന് കാരണമാകുകയും CPM-നെ പ്രതിരോധത്തിൽ ആക്കുകയും ചെയ്ത പ്രസ്തുത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിലിരിക്കവെയാണ് CPM മുകേഷിന് 2 തവണ മത്സരിക്കാൻ അവസരം നൽകിയത് എന്നത് ശ്രദ്ധേയമാണ്. നിയമസഭയിലേക്കും പിന്നീട് അടുത്തിടെ ലോക്സഭയിലേക്കും. ഇതിൽ നിന്നും തന്നെ മുകേഷ് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവനാണെന്നുള്ളത് വ്യക്തമാകും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോലാഹലങ്ങൾ കഴിയും വരെ മുകേഷിന് പാർട്ടി സംരക്ഷണം ഒരുക്കുമെന്ന് തന്നെയാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളിൽ CPM ഏറ്റവും അധികം പണം നൽകിയത് മുകേഷിനാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 7 തവണകളായി 79 ലക്ഷം രൂപ മുകേഷിന് നൽകിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ കണക്കുകളിൽ പറയുന്നു. 49 ലക്ഷം രൂപ ലഭിച്ച ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി V ജോയിയാണ് രണ്ടാമത്. ഏറ്റവും കുറവ് ലഭിച്ചത് ചാലക്കുടിയിൽ മത്സരിച്ച C രവീന്ദ്രനാഥിനാണ് 5 ലക്ഷം രൂപ. അതേസമയം വയനാട്ടിലും UP-യിലെ റായ്ബറേലിയിലും തെരഞ്ഞെടുപ്പ് ചെലവിനായി രാഹുൽ ഗാന്ധിക്ക് 70 ലക്ഷം രൂപ വീതം നൽകിയതായി കോൺഗ്രസും കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. KC വേണുഗോപാലിനും 70 ലക്ഷം രൂപ നൽകി. കോട്ടയം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിന് കേരള കോൺഗ്രസ് നൽകിയത് 76.74 ലക്ഷം രൂപയാണ്. ഈ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ പാർട്ടിക്ക് മുകേഷ് എത്ര കണ്ട് പ്രിയപ്പെട്ടവനാണെന്നുള്ളത് വ്യക്തമാകും. അതുകൊണ്ട് തന്നെ CPI ഉയർത്തുന്ന സമ്മർദ്ദത്തെ മുഖ്യമന്ത്രി പിണറായി അടക്കമുള്ളവർ കണ്ടില്ല എന്ന് നടിക്കും. പ്രതിപക്ഷം പോലും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നില്ല. മുകേഷിന്റെ രാജി ആവശ്യം ചൂണ്ടിക്കാട്ടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാർട്ടിയുടെ നിലപാട് മുഖ്യമന്ത്രിയെ ബിനോയ് വിശ്വം നേരിട്ട് അറിയിക്കുകയും ചെയ്തു. സംസ്ഥാന നിർവാഹക സമിതിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടത്. ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത ആളെ സംരക്ഷിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ നിലപാടല്ല എന്നാണ് CPM യോഗത്തിൽ ഉയർന്നത്. മുകേഷിന്റെ രാജി സംബന്ധിച്ച് CPI നിർവാഹക സമിതിയിൽ ഭിന്നത ഉണ്ടായിരുന്നെങ്കിലും MLA സ്ഥാനം ഒഴിയണമെന്ന നിലപാടാണ് പൊതു തീരുമാനമായി വന്നത്. CPI സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ മന്ത്രി J ചിഞ്ചുറാണി, കമല സദാനന്ദൻ, P വസന്തം എന്നിവർ മുകേഷിന്റെ രാജി വേണമെന്ന കർശന നിലപാടെടുത്തിരുന്നു. കോൺഗ്രസ് MLA-മാരായ M വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെയുള്ള ആരോപണം മുകേഷിന്റെ രാജി ഒഴിവാക്കാനുള്ള ഒരു ന്യായീകരണമായി കണക്കാക്കാനാവില്ല. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വലിയ ചൂഷണത്തിന്റെ വിവരങ്ങളാണ് ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തുവന്നത്. അതിന് പിന്നാലെയാണ് ഒട്ടേറെ വെളിപ്പെടുത്തലുകളും ഉണ്ടായത്. ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത ഒരാളെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇടതുപക്ഷത്തിന് ചേർന്നതല്ല. അതിനാൽ രാജി ആവശ്യം മുഖ്യമന്ത്രിയെയും LDF കൺവീനറെയും CPM സംസ്ഥാന സെക്രട്ടറിയും അറിയിക്കണമെന്നായിരുന്നു യോഗത്തിലുണ്ടായ പ്രധാന അഭിപ്രായം. അതേസമയം മുകേഷിന്റെ രാജി ആവശ്യം നിരാകരിക്കാൻ CPM-ന് ആയുധമാകുന്നത് 2 കോൺഗ്രസ് MLA-മാർക്കെതിരായ കേസുകളാണ്. അതുകൊണ്ട് തന്നെയാണ് മുകേഷിന്റെ രാജിക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അധികം സമ്മർദ്ദങ്ങൾ ചെലുത്താതിരിക്കുന്നത്. കോവളം MLA M വിൻസെന്റ്, പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെയാണ് സ്ത്രീ പീഡന കേസുകൾ നിലവിലുള്ളത്. ഇരുവരും രാജിവെച്ചിട്ടില്ലാത്തതിനാൽ എന്തിന് മുകേഷിന്റെ രാജി എന്ന ചോദ്യത്തിന് പ്രതിപക്ഷത്തിന് ഉത്തരമില്ല. എറണാകുളം സ്വദേശി അധ്യാപികയുടേതാണ് എൽദോസിനെതിരായ പരാതി. 2022 വന്ന പരാതിയിൽ മുൻകൂർ ജാമ്യം നേടിയതിനാൽ എൽദോസിന് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നില്ല. വിവാഹ വാഗ്ദാനം നൽകി പീഡനത്തിന് ഇരയാക്കി വഞ്ചിച്ചു, മർദ്ദിച്ചു എന്നിങ്ങനെയാണ് പരാതി. എൽദോസിന്റെ രാജി ഇടതുപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് വഴങ്ങിയില്ല. എന്നാൽ CPI-യിലെ ഒരു വിഭാഗം MLA സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ആനി രാജ, ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് MLA-മാർക്ക് നേരെ ഉണ്ടായത് വ്യക്തിപരമായ കേസും മുകേഷിനെതിരെ വന്നത് അടിക്കടി ഒരു സ്ത്രീ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഉണ്ടായതുമാണ്. ഈ 2 കേസുകളും വിഭിന്നമാണ്. രണ്ടും 2 രീതിയിൽ തന്നെ കാണണമെന്നുമാണ് CPI-യുടെ നിലപാട്. MLA സ്ഥാനം രാജിവെച്ചാൽ അത് CPM-ന് കൂടുതൽ തലവേദനയാകും. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ ഒരു അവസരത്തിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി CPM-ന് താങ്ങാൻ കഴിയുന്നതല്ല. എന്നാൽ അതിലും ഉപരി മുകേഷ് CPM-ന് പ്രിയപ്പെട്ടവനാണെന്ന് പലവരും തെളിയിക്കുന്ന സമീപനങ്ങളാണ് മുകേഷിന് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് നിലവിൽ CPM സ്വീകരിക്കുന്നത്. സമ്മർദ്ദം ഇപ്പോൾ ശക്തമാകുമ്പോൾ മുകേഷ് രാജിവെക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.